ദൈവനാമത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ നല്ല ദിവസത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് പ്രഭാത ജാഗരണത്തിനായുള്ള ഭാഗം ആത്മാർത്ഥമായ പഠനം ശരിയായ മാനസാന്തരം ഉളവാക്കുന്നു. എസ്രാ പ്രവചനം 7-ാം അധ്യായം 10-ാമത്തെ വാക്യം. യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും അത് അനുസരിച്ച് നടപ്പാനും ഇസ്രയേലിൽ അതിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്രാ മനസ്സ് വെച്ചു. എസ്രാ പ്രവാചകൻ അഹരോന്യ പാരമ്പര്യത്തിൽ നിന്നുമുള്ളതായ ഒരു പ്രവാചകനായിരുന്നു. പൗരോഹിത്യ പരിശീലനത്തിന് പുറമേ മാന്ത്രികവിദ്യ, ജ്യോതിഷ്യം, മേദ്യ പേർഷ്യ എന്നീ സംസ്കാരങ്ങളെക്കുറിച്ചും അദ്ദേഹം ഹൃദയസ്ഥമാക്കിയിരുന്നു. എന്നാൽ ദൈവ ഇഷ്ടം ചെയ്യേണ്ടതിനും ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനുള്ളതായ ആഗ്രഹം അദ്ദേഹം വേദപഠനത്തിലേക്ക് അദ്ദേഹത്തെ തിരിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ ജനത്തിന് ഈ കഷ്ടത അല്ലെങ്കിൽ അബ്രഹാമിൻ വാഗ്ദാനം ചെയ്തതായ ആ ഭൂപ്രദേശം അവർക്ക് നഷ്ടമായിരിക്കുന്നതായ സാഹചര്യം, അവർ മിസ്രൈമിൽ അടിമകളായി പോകുവാനുള്ള കാരണങ്ങളെക്കുറിച്ച് എസ്രാ പ്രവാചകൻ ആഴമായി പഠിക്കുവാൻ തീരുമാനിച്ചു. അതിന് പ്രതി പഴയ കാല പ്രവാചകന്മാരുടേതായ ലിഖിതങ്ങൾ, രാജാക്കന്മാരുടെ ലിഖിതങ്ങൾ അദ്ദേഹം ആഴമായി പഠിക്കുവാൻ തീരുമാനിച്ചു. ആ ആഴമായിട്ടുള്ള പഠനം അദ്ദേഹത്തെ ദൈവജനത്തിൻ്റെ ജീവിതത്തിൽ വന്ന വീഴ്ചകളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എസ്രാ പ്രവാചകൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം വളരെ വലുതാകുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ദൈവത്തിൻ്റെ ജനതയെ അവരുടേതായ വീഴ്ചയിൽ നിന്നും അവരെ ഉത്ബോധിപ്പിക്കേണ്ടതിനും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലനിർത്തേണ്ടതും തൻ്റെ ദൗത്യമാകുന്നുവെന്നും അദ്ദേഹം വിശ്വസിച്ചു. ആയതിനാൽ അദ്ദേഹം ദൈവത്തിൻ്റെ വചനങ്ങൾ ആഴമായി പഠിക്കുവാൻ വളരെ കാലങ്ങൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അതിനുവേണ്ടി സമയം ചെലവഴിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പഠനത്തിൻ്റെതായ പരിണിത ഫലമായി സീനായി പർവ്വതത്തിൽ വെച്ച് ദൈവം മോശയ്ക്ക് കൊടുത്തതായ ന്യായപ്രമാണം ഏറ്റവും ശ്രേഷ്ഠവും ഉന്നതവും ആധികാരികതയുള്ളതും പവിത്രമായതുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. പുതിയതും സമ്പൂർണമായിരിക്കുന്നതായ ഒരു മനപരിവർത്തനം എസ്രയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെയും ദൈവികമായിരിക്കുന്നതായ ലിഖിതങ്ങൾ അദ്ദേഹം ആഴമായി പഠിച്ചതിന് പ്രതിയാകുന്നു അദ്ദേഹത്തിന് ഈ മാനസാന്തരം ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ അറിവ് സ്വാർത്ഥത ഉപേക്ഷിക്കേണ്ടതിനും തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആത്മീയമായിരിക്കുന്ന കാര്യങ്ങളിൽ താൻ നിലനിന്നുകൊണ്ട് ദൈവജനത്തിൻ്റെതായ ഉന്നമനത്തിനായി താൻ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നുവെന്നുള്ളതായ തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായി. എസ്ര തൻ്റെ പഠനത്തിൽ വളരെയധികം കഠിനമായി ആഴമായി പഠിക്കുവാൻ അദ്ദേഹം ശ്രമിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. താൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിച്ചതായ പ്രവൃത്തിക്ക് വേണ്ടി അദ്ദേഹം മാനസികമായി ഒരുങ്ങി. ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ വചനം ഏതൊരു വ്യക്തിയാണോ ആത്മാർത്ഥമായി സമർപ്പണത്തോടുകൂടെ ആഴമായി പഠിക്കുന്നുവോ അവനിൽ അല്ലെങ്കിൽ അവളിൽ ഒരു മനപരിവർത്തനമുണ്ടായി. സത്യവും അസത്യവും തമ്മിലുള്ളതായ തിരിച്ചറിവ് അവർക്കുണ്ടായി. തന്നെ ദൈവം എന്തിനാകുന്നു വിളിച്ചിരിക്കുന്നത് എന്നുള്ളതായ ഉൾവിളി അവർക്കുണ്ടായി. ദൈവത്തിൻ്റെതായ സത്യമായ വചനങ്ങൾ ഏറ്റെടുക്കുകയും തന്നെ നിക്ഷിപ്തമായിരിക്കുന്നത് മറ്റുള്ളവരെയും ആ സത്യത്തിലേക്ക് കൊണ്ടുവരിക, അവരെ അതിലേക്ക് ഉദ്ബോധിപ്പിക്കുക എന്നുള്ളതായ കർത്തവ്യങ്ങൾ ചെയ്യുകയും ചെയ്യും. ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ, ദൈവം എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനങ്ങളെ ആഴമായി പഠിക്കുക, ദൈവത്തിൻ്റെ വചനങ്ങൾ ആഴമായി പഠിക്കുക, മാനസാന്തരം ഉണ്ടാകുക, ആ മനസ്സ് ദൈവത്തിന് സമർപ്പിക്കുക. ദൈവം നിങ്ങളിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതായ ആ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് സമർപ്പിക്കുക. ദൈവം നിങ്ങളതിനായി കരുതുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, അനുഗ്രഹമായ നല്ല ദിവസത്തിനായി സ്തോത്രം കർത്താവേ. അവിടുത്തെ മാറ്റമില്ലാത്ത വചനങ്ങൾ എസ്രാ പ്രവാചകൻ പഠിച്ചു. മറ്റ് മാന്ത്രിക വിദ്യകളും മറ്റ് കാര്യങ്ങളും പഠിച്ചുവെങ്കിലും ദൈവത്തെക്കുറിച്ച് അറിയുവാനും ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ വചനങ്ങൾ ആഴമായി പഠിച്ചപ്പോൾ എസ്രയ്ക്കുണ്ടായ മനമാറ്റം, ആ പരിവർത്തനം അവിടുത്തെ മക്കൾ ഉണ്ടാകേണ്ടതിന്
വചനം ദൈനംദിന ജീവിതത്തിൽ മാറ്റപ്പെടേണ്ടതല്ല, അത് പഠിക്കേണ്ടതാകുന്നു. ശോധന ചെയ്ത് പഠിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിന് ശക്തിയിരിക്കുമാറാകണമേ. അവരേൽപ്പിച്ച ദൗത്യങ്ങൾ ചെയ്യുവാൻ ഈ അന്ത്യനാളുകളിൽ അനേകർക്ക് ആ ദൂത് പറഞ്ഞു കൊടുക്കാനുള്ള കൃപ നൽകണം. മാനവമഹത്വവും സ്വീകരിക്കണം. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ.